പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ അഖീദ മോഡൽ ചോദ്യപേപ്പറും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തുന്നതുമായ വളരെ അധികം ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ കാണുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇടയിൽ വെച്ച് നിർത്തിപ്പോകരുത് എന്ന് ആദ്യം ഉണർത്തുകയാണ്. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് ഉത്തരസഹിതം വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യങ്ങൾക്ക് കാണാം ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. താഴെ 7 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 7 ചോദ്യങ്ങൾക്ക് നേരെയും 3 ഓപ്ഷനുകളുണ്ട്. അതിൽ നിന്ന് ശരിയായതിൻ്റെ നേരെയുള്ള കള്ളിയിൽ ടിക്കിടാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തത് കഴിവുള്ളവൻ, ആലിം, ഖാദിർ, സമീ. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, ഖാദിർ കഴിവുള്ളവൻ, സമീ കേൾക്കുന്നവൻ. ഖാദിർ എന്നതാണ് യോജിച്ചത്. രണ്ടാമത്തത് സ്വയം നിലനിൽക്കൽ. ഏതാണ്? ഖിയാമും ബിൻ നഫ്സാണ്. സ്വയം നിലനിൽക്കുക എന്നതിൻ്റെ ശരിയായത്. മറ്റത് കിദമ്, തുടക്കം ഇല്ലാത്തതും, മുഖാലഫത്തുല്ലിൽ ഹവാദിസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് എതിരാവുക എന്നുള്ളതുമാണല്ലോ. മൂന്നാമത്തത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. ഹഫളത്ത്, സഫറത്ത്, ഹാഫൂൻ. 3 പേർക്കും ഓരോ ദൗത്യങ്ങളുണ്ടെങ്കിലും ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നത് ഹഫളത്തിൻ്റെ മാലാഖമാരാണ്. നാലാമത്തത് അർഷിനെ ചുറ്റുന്നവരാണ്. ഹാഫൂനയുണ്ട്, ഹമലത്തുൽ അർഷുണ്ട്, സഫറത്തുണ്ട്. ഹമലത്തുൽ അർഷ് എന്ന് കാണുമ്പോൾ അത് മാർക്ക് ചെയ്യരുത്, അത് അർഷിനെ ചുമക്കുന്നവരാണ്. ഹാഫൂൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അർഷിനെ ചുറ്റുന്നവർ. അഞ്ചാമത്തത് അള്ളാഹു പൊറുക്കാത്ത വൻ പാപം. തൗഹീദ്, ഷിർക്ക്, കെദിബ്. കെദിബ് കളവാണ്. തൗഹീദ് ഏകദൈവ വിശ്വാസമാണ്. ഷിർക്കാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ആറാമത്തത് ഉണ്ടാകൽ അനിവാര്യമായത് ഏതാണ്? വാജിബ്, ജായിസ്, മുസ്തഹീൽ. ഉണ്ടാവാൻ പറ്റാത്തതാണ് മുസ്തഹീൽ, ഉണ്ടാവാൻ പറ്റുന്നതാണ് ജായിസ്, ഉണ്ടാവൽ അനിവാര്യമായി വരുന്നത് ഏതാണ്? വാജിബാണ്. ഏഴാമത്തത് സ്വർഗത്തെ കാക്കുന്ന മലക്ക്. മാലിക്, റിദ്വാൻ, മുൻകർ. മാലിക് നരകം കാക്കുന്നയാളാണ്, റിദ്വാനാണ് സ്വർഗം കാക്കുന്ന മലക്ക്. അപ്പം ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ പാഠഭാഗവുമായി നല്ല ബന്ധമുണ്ടാവണം. പാഠം നന്നായി വായിക്കുക. 1 തവണയും 2 തവണയൊന്നും വായിച്ചാൽ പോരാ, 3, 4 തവണ ഓരോ പാഠങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം വായിക്കാം. അതിനു മുമ്പ് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി അവസാനം താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ചോദ്യത്തിലേക്ക് വരാം. വിപരീതം എഴുതാം എന്നതാണ് രണ്ടാമത്തിൽ വന്നിട്ടുള്ളത്. 4 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഓരോന്നിൻ്റെയും വിപരീതം നമ്മൾ എഴുതി കൊടുക്കണം. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ എന്നാണല്ലോ. അതിൻ്റെ വിപരീതം ഏതാണ്? അദബ്, ഇല്ലാതിരിക്കൽ എന്നതാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവാണ്, വിജ്ഞാനം. ജഹ്ല് എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മയാണ്. ഹയാത്ത് ജീവനാണ്, മൗത്ത് ആണ് അതിൻ്റെ എതിര് വരുന്നത്, മരണം. കൗനുഹു മുരീദൻ, ഉദ്ദേശിക്കുന്നവനാവുക എന്നുള്ളതിന് കൗനുഹു കാരിഹൻ, ഉദ്ദേശിക്കാത്തവനാവുക എന്ന് വിപരീതം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തും മുസ്തഹീലായ സിഫത്തുകളും പഠിച്ചു വെക്കുക. വാജിബായ സിഫത്തിൻ്റെ എതിരാണ് മുസ്തഹീലായ സിഫത്തുകൾ. ഇനി മൂന്നാമത്തതിലേക്ക് വരുമ്പോൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. വീണ്ടും പൂർത്തിയാക്കാം, കാരണം പാഠഭാഗവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് മാർക്ക് ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം. 1. അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. 2. ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീറാകുന്നു. മൂന്നാമത്തത് തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് വാജിബാണ്. തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് വാജിബായി വരുന്ന സിഫത്താണ്. നാലാമത്തത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തുർക്കുഹു, അള്ളാഹുവിനിക്ക് സൗകര്യമുള്ളതിനെ ചെയ്യുകയും ചെയ്യാം, അതിനെ ഒഴിവാക്കുകയും ചെയ്യാം. അത് അള്ളാഹുവിൻ്റെ ജായിസായ
സിഫത്താണ്. അള്ളാഹ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ചെയ്യണമെങ്കിൽ അതിനെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനത്തെ 2 ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് 4-മത്തതാണ്. ഉത്തരം എഴുതാം എന്നുള്ളതിൽ 3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്, ഓർത്തു വെക്കുക. രണ്ടാമത്തത് ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്ര? 25 മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ. ആര്? മലക്കുകൾ. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇനി 4-മത്തത് അർത്ഥം എഴുതാം എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് കാണാം, അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ ആശയം. രണ്ടാമത്തത് കൗനുഹു അസമ്മ, കേൾവി ഇല്ലാത്തവനാവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾവി ഇല്ലാത്തവൻ ആവൽ. ഇനി അവസാനത്തെ 6-മത്തെ ചോദ്യം, പട്ടിക പൂർത്തിയാക്കാം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വാജിബ്, മുസ്തഹീൽ എന്ന ഹെഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. 1ൻ്റെ മാതൃക താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് ചുവന്ന കളറിലുള്ളതൊക്കെ പട്ടികയിലുള്ളതാണ്. വലിയ കളറിലായിട്ട് വരുന്നത് നമ്മൾ എഴുതി ചേർത്തതാണ്, പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ വാജിബിൽ സിദ്ക്ക്, സത്യം പറയൽ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എത്തിച്ചു കൊടുക്കൽ എന്നുള്ളതാണ് അതിലുള്ളത്. അപ്പോൾ നമ്മളവിടെ തബ്ലീഗ് എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ. പിന്നെ അമാനത്ത് എന്ന് നമ്മൾ എഴുതി കൊടുത്തു. എന്തായിരുന്നു? വിശ്വസ്തത അമാനത്ത്. ഫത്താനത്ത് അവിടെയുണ്ട്. ബുദ്ധി കൂർമ്മത എന്ന് നമ്മളവിടെ എഴുതി ചേർക്കണം. ഇനി മുസ്തഹീലിലേക്ക് വരുമ്പോൾ കെദിബ്, കളവ് പറയൽ എന്നവിടെ ഉണ്ട്. അതിൻ്റെ അറബി എന്താണ്? കെദിബാണ്. ഖിയാനത്തുണ്ട്, അറബിയുണ്ട്. എന്താണ് അതിൻ്റെ ആശയം? വഞ്ചനയാണ്. കിത്മാന്, മറച്ചുവക്കൽ. ബിലാദത്ത്, ബുദ്ധിമാന്യം. ഇതിൽ പറഞ്ഞ 4 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. മുർസലീങ്ങൾക്കുണ്ടാവേണ്ട വിശേഷങ്ങളും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണല്ലോ ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇനി മറ്റ് നല്ല പേപ്പറുകൾ ലഭിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമ്മൾ ഉത്തരസഹിതം അതിനെ വീഡിയോയാക്കി ചാനലിലൂടെ പരിചയപ്പെടുത്തും. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.